കുറച്ച് നാളുകളായിട്ട് വരുന്നൊരു റിക്വസ്റ്റാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള സേവിങ്സ് അക്കൗണ്ടുകളെ പറ്റിയിട്ട് റിവ്യൂ വീഡിയോ ചെയ്യാനായിട്ട്. മനഃപൂർവ്വം ചെയ്യാനായിട്ടല്ല, നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്തതാണ്. പക്ഷേ ഈ ഒരു പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ അക്കൗണ്ട് വേരിയൻറ്റിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് റിസ്ക് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് നമുക്കിപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ അറിയാനായിട്ട് സാധിക്കും. പ്രൈവറ്റ് ബാങ്കുകളുടെ വെബ്സൈറ്റ് ആണെങ്കിൽ അതിനകത്ത് ഡീറ്റെയിൽസൊക്കെ ഓർഗനൈസ്ഡ് ആണ്. നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി നമുക്ക് കണ്ടന്റ് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം പബ്ലിക് സെക്ടർ ബാങ്കുകളാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓരോ അക്കൗണ്ട് വേരിയൻറ്റിനും ആ സംബന്ധിച്ച ഇൻഫർമേഷൻസൊക്കെ പലയിടത്തായിട്ട് ചിതറിക്കിടക്കുകയാണ്. അതെല്ലാം കണ്ടെത്തി കണ്ടന്റ് ആക്കുക എന്ന് പറയുന്നത് അല്പം മെനക്കേടാണ്. അതിൻ്റെ ഒരു മടി കൊണ്ടാണ് കുറച്ച് നാളുകൾ ഇങ്ങനെ നീണ്ടു പോയത്. സോ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള സേവിങ്സ് അക്കൗണ്ടുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കുറേ വേരിയൻറ്റ് സേവിങ്സ് അക്കൗണ്ടുകളുണ്ട്. ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവർക്കും എടുക്കാൻ പറ്റിയ കുറച്ച് അക്കൗണ്ട് വേരിയൻറ്റുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു അക്കൗണ്ട് വേരിയൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഈ ഒരു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ഡെബിറ്റ് കാർഡുകളുടെ അതുമായി ബന്ധപ്പെട്ട സർവീസ് ചാർജുകൾ, പിന്നെ കോമൺ ആയിട്ടുള്ള യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സർവീസ് ചാർജുകൾ എന്നിവയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. പിന്നെ ഞാൻ പേഴ്സണലി ഒരു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനായിട്ട് പറ്റില്ല. നിങ്ങളിൽ ആരെങ്കിലും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ കാണാം. അതിനകത്ത് അക്കൗണ്ടുകളുണ്ട്, ചില ഡെപ്പോസിറ്റ് സ്കീമുകളുണ്ട്, മൊത്തം കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് അക്കൗണ്ട് വേരിയൻറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ ഡെബിറ്റ് കാർഡിൻ്റെയും മറ്റു കോമൺ ആയിട്ടുള്ള സർവീസ് ചാർജുകളുമാണ് നോക്കുന്നത്. ആദ്യം നമുക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള നോർമൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നോക്കാം. ഇൻഡിവിജ്വൽസിന് ഓപ്പൺ ചെയ്യാം, മൈനേഴ്സിന് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഈ കാണുന്ന എല്ലാവർക്കും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു നോർമൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം. 3 മാസത്തിൽ കീപ്പ് ചെയ്യേണ്ട ആവറേജ് ബാലൻസ് ആണ്. അത് ഡിപ്പെൻസ് ഓൺ നമ്മളുടെ ബ്രാഞ്ച് ലൊക്കേഷനാണ്. റൂറൽ ഏരിയ ആണെങ്കിൽ വിത്ത് ചെക്ക് ബുക്കുള്ള അക്കൗണ്ട് വേരിയൻ്റ് ആണെങ്കിൽ 250 രൂപയും, സെമി അർബൻ ആണെങ്കിൽ 500 രൂപയും, അർബൻ ഏരിയയിലാണെങ്കിൽ 1000 രൂപയും, മെട്രോ ഏരിയയിലാണെങ്കിൽ 1000 രൂപയുമാണ് ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ചെക്ക് ബുക്ക് വേണ്ട, വിത്തൗട്ട് ചെക്ക് ബുക്ക് അക്കൗണ്ട് വേരിയൻ്റ് മതിയെങ്കിൽ റൂറൽ ഏരിയയിൽ 100 രൂപയും, സെമി അർബൻ ഏരിയയിൽ 250 രൂപയും, അർബൻ ഏരിയയിൽ 500 രൂപയും, മെട്രോ ഏരിയയിൽ 500 രൂപയും ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്താൽ മതിയാകും. പിന്നെ ഈ ഒരു അക്കൗണ്ട് വേരിയൻറ്റിൻ്റെ കൂടുതൽ നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡ് ക്ലാസിക് വേരിയൻറ്റ് ഡെബിറ്റ് കാർഡാണ്. ഈ ഒരു ഡെബിറ്റ് കാർഡിന് ഇഷ്യൂവൻസ് ചാർജ് ഇല്ല, ഫ്രീ ആണ്. ആനുവൽ ചാർജ് ഉണ്ട്, അത് നമുക്ക് പിന്നാലെ നോക്കാം. നമ്മൾ കോമൺ ആയിട്ട് ഡെബിറ്റ് കാർഡുകളുടെ ചാർജ് നോക്കുമ്പോൾ ആനുവൽ ചാർജ് നോക്കാം. പിന്നെ ഈ ഒരു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM വഴി നമുക്ക് ഒരു മാസം 5 ട്രാൻസാക്ഷൻ, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ പ്ലസ് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കും. ആ ചാർജ് നമുക്ക് പിന്നാലെ നോക്കാം. പിന്നെ വരുന്നത് അതർ ബാങ്കിൻ്റെ ATM. അതർ ബാങ്കിൻ്റെ ATM വഴി നമുക്ക് ഒരു മാസം നോൺ മെട്രോ ഏരിയ ആണെങ്കിൽ 5 ഇടപാടുകൾ, ഫൈനാൻഷ്യൽ പ്ലസ് നോൺ ഫൈനാൻഷ്യൽ. ഇനിയിപ്പോൾ മെട്രോ ഏരിയ ആണെങ്കിൽ 3 ട്രാൻസാക്ഷൻ, അതിനകത്തും ഫൈനാൻഷ്യൽ പ്ലസ് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ പെടും. ആ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് കൊടുക്കണം. പിന്നെ ATM ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് പെർ ഡേ 25,000 രൂപയാണ്. POS ലിമിറ്റ് വരുന്നത് പെർ ഡേ 50,000 രൂപയാണ്. പിന്നെ ഫ്രീ ആയിട്ടൊരു പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. ഡെത്ത് കവറേജ് ആണ്. ഡെബിറ്റ് കാർഡിൻ്റെ കൂടുതൽ വരുന്ന കവറേജ് ആണ്. 2 ലക്ഷം രൂപയുടെ ഒരു കവറേജ് ആണ് വരുന്നത്. പിന്നെ SMS ബാങ്കിങ് ചാർജ് വരുന്നുണ്ട്, ആപ്ലിക്കബിൾ ആണ്. പിന്നെ ചെക്ക് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ 20 ലീവ്സ് നമുക്ക് സൗജന്യമാണ് പെർ ഇയർ. ആ ഒരു ഫ്രീ ലീവ്സ് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് കൊടുക്കണം. പിന്നെ NEFT, RTGS, IMPS ഒക്കെ ചാർജബിൾ ആണ്. അതൊക്കെ നമുക്ക് പിന്നെ സർവീസ് ചാർജ് നോക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് നോക്കാം. പിന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വിത്തിൻ 14 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 വർഷത്തിന് ശേഷം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് കൊടുക്കേണ്ട. അക്കൗണ്ട് എടുത്ത് ഓപ്പൺ ചെയ്ത് 14 ദിവസം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അക്കൗണ്ട് ക്ലോഷർ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഈ ഒരു ക്വാർട്ടർലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെനാൽറ്റി ചാർജ് കൊടുക്കണം. അതിപ്പോൾ ക്വാർട്ടർലി ആവറേജ് ബാലൻസിൽ 501 രൂപ മുതൽ 1000 രൂപ വരെയാണ് കുറവ് വരുന്നതെങ്കിൽ, അക്കൗണ്ട് വിത്ത് ചെക്ക് ബുക്ക് ഉള്ള വേരിയൻ്റ് ആണെങ്കിൽ 100 രൂപ പ്ലസ് GST ചാർജ് കൊടുക്കണം. ഇനി 250 രൂപ മുതൽ 500 രൂപ വരെയുള്ള ഒരു കുറവാണെങ്കിൽ, ചെക്ക് ബുക്ക് ഉള്ള വേരിയൻ്റ് ആണെങ്കിൽ 50 രൂപ പ്ലസ് GSTയും, ചെക്ക് ബുക്ക് ഇല്ലാത്ത വേരിയൻ്റ് ആണെങ്കിൽ 30 രൂപ പ്ലസ് GSTയും ചാർജ് കൊടുക്കണം. പിന്നെ കുറവ് വരുന്നത് അപ് ടു 250 രൂപ വരെയാണെങ്കിൽ, അക്കൗണ്ട് ഉള്ള വേരിയൻ്റ് ആണെങ്കിൽ 25 രൂപ പ്ലസ് GSTയും, അക്കൗണ്ട് ഇല്ലാത്ത വേരിയൻ്റ് ആണെങ്കിൽ 20 രൂപ പ്ലസ് GSTയും ഈ ഒരു പെനാൽറ്റി ചാർജ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു നോർമൽ സേവിങ്സ് അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങൾ. ഇനി ഈ ഒരു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള മറ്റൊരു അക്കൗണ്ട് വേരിയൻ്റ് ആണ് യൂണിയൻ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട്. ഇതിൻ്റെ ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ എനി റെസിഡൻറ്റ് ഇൻഡിവിജ്വൽസിന് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും.
ഇത് നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാം, നെറ്റ് ബാങ്കിങ് വഴി ഓപ്പൺ ചെയ്യാം, പിന്നെ ബ്രാഞ്ച് വഴി ഓപ്പൺ ചെയ്യാം. പിന്നെ ഇതിനകത്ത് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് 0 ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ് ഇല്ലാതെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നാണ്. പക്ഷേ ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തപ്പോൾ ചിലരൊക്കെ ഓപ്പൺ ചെയ്തപ്പോൾ ബ്രാഞ്ചിൽ ചെന്നപ്പോൾ 500 രൂപയൊക്കെ അക്കൗണ്ടിൽ ഇടണം എന്ന് പറഞ്ഞതായിട്ട് കേട്ടു. പക്ഷേ അവരുടെ വെബ്സൈറ്റ്, ആസ് പെർ വെബ്സൈറ്റ് അപ്ഡേറ്റ്, അതിനകത്ത് നോ മിനിമം ബാലൻസ് റിക്വയർമെൻ്റ് ആണ് വരുന്നത്. പിന്നെ ക്യാഷ് ഡെപ്പോസിറ്റ് ലിമിറ്റ്, അങ്ങനെയുള്ള കുറേ ലിമിറ്റേഷൻസ് ഈ ഒരു അക്കൗണ്ടിൽ വരുന്നുണ്ട്. കാരണം ഇത് ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടാണ്. സോ നമുക്ക് ബ്രാഞ്ച് വഴിയുള്ള ഡെപ്പോസിറ്റിനും കാര്യങ്ങൾക്കൊക്കെ ഫ്രീ ലിമിറ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ചാർജ് കൊടുക്കണം. ക്യാഷ് ഡെപ്പോസിറ്റ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട് വേരിയന്റിൽ ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് ഫ്രീ ഇല്ല. നമ്മൾ ഓരോ ഡെപ്പോസിറ്റിനും 1000 രൂപക്ക് 1 രൂപ പ്ലസ് GST എന്ന രീതിയിൽ ചാർജ് കൊടുക്കണം. പിന്നെ നോൺ ബേസ് ബ്രാഞ്ച് ഇല്ലെങ്കിൽ ബേസ് ബ്രാഞ്ച് വഴിയുള്ള ഫ്രീ ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോൺ ഹോം ബ്രാഞ്ച് ആണെങ്കിലും ഹോം ബ്രാഞ്ച് ആണെങ്കിലും നമുക്ക് മാക്സിമം 3 വിഡ്രോവലാണ് ഒരു മാസം നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ആ ഒരു 3 വിഡ്രോവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 രൂപ പ്ലസ് GST നമ്മൾ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ നോൺ ഹോം ബ്രാഞ്ച് ആണെങ്കിൽ നമുക്ക് 25,000 രൂപ വരെയാണ് നമുക്ക് സെൽഫായിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ കിട്ടുന്ന ഡെബിറ്റ് കാർഡ് വരുന്നത് ക്ലാസിക് വേരിയന്റ് ഡെബിറ്റ് കാർഡാണ്. ഡെബിറ്റ് കാർഡിന് ഇഷ്യൂവൻസ് ചാർജ് ഇല്ല, ആനുവൽ ചാർജ് ആപ്ലിക്കബിൾ ആണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM വഴി 5 ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് ചെയ്യാം. അതർ ബാങ്കിൻ്റെ ATM ആണെങ്കിൽ മെട്രോ ഏരിയയിൽ 3, നോൺ മെട്രോ ഏരിയയിൽ 5 ഇടപാടും സൗജന്യമായിട്ട് ചെയ്യാം. പിന്നെ ATM ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് 25,000 രൂപയാണ് പെർ ഡേ. POS ലിമിറ്റ് പെർ ഡേ 50,000 രൂപയാണ്. പിന്നെ ഒരു 5 ലക്ഷം രൂപയുടെ ഒരു പേഴ്സണൽ ആക്സിഡൻ്റൽ ഡെത്ത് കവറേജ് വരുന്നുണ്ട്. പിന്നെ ഒരു 2 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻ്റൽ ഡെത്ത് കവറേജ് ഡെബിറ്റ് കാർഡിൽ വരുന്നുണ്ട്. ആദ്യം പറഞ്ഞ 5 ലക്ഷം രൂപയുടേത് അക്കൗണ്ടിൻ്റെ അത് വരുന്നൊരു ബെനിഫിറ്റാണ്. 2 ലക്ഷം രൂപയുടേത് ഡെബിറ്റ് കാർഡിൻ്റെ കൂട്ടത്തിൽ വരുന്ന ബെനിഫിറ്റാണ്. പിന്നെ ചെക്ക് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെക്ക് ബുക്ക് ചാർജബിൾ ആണ്, നമുക്ക് സൗജന്യ ചെക്ക് ബുക്ക് വരുന്നില്ല. പിന്നെ ഡിജിറ്റൽ ചാനൽസ്, ഇവരുടെ ആപ്പ്, UPI, ഭീം, പിന്നെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻസ് സൗജന്യമാണ്. അത് IMPS ഒക്കെ ചാർജബിൾ ആണ്. അത് നമുക്ക് പിന്നാലെ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. പിന്നെ ഈ ഒരു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്ന മറ്റൊരു അക്കൗണ്ട് വേരിയൻ്റ് ആണ് യൂണിയൻ സമൃദ്ധി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് വേരിയൻ്റ്. ഇത് വുമൻസിന് വേണ്ടിയുള്ള SBI അക്കൗണ്ടാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് 15,000 രൂപയാണ്. ഇത് വുമൻസിനാണ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. ഇത് ഇൻഡിവിജ്വലായിട്ട് ഓപ്പൺ ചെയ്യാൻ, ജോയിൻ്റ് ആയിട്ടാണെങ്കിൽ ജോയിൻ്റ് ആയിട്ട് വരുന്ന ആളും വുമൺ ആയിരിക്കണം. നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡ് റുപേ പ്ലാറ്റിനം ആണ്, ഇഷ്യൂവൻസ് ചാർജ് വരുന്നില്ല. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM വഴി അൺലിമിറ്റഡ് ഫ്രീ ട്രാൻസാക്ഷൻ വരുന്നുണ്ട്. അതർ ബാങ്കിൻ്റെ ATM ആണെങ്കിൽ മെട്രോ ഏരിയയിൽ 3, നോൺ മെട്രോ ഏരിയയിൽ 5 ഇടപാടും സൗജന്യമാണ് ഒരു മാസം. ATM ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് 75,000 രൂപയാണ്. POS ലിമിറ്റ് 1.5 ലക്ഷം രൂപയാണ് ഡെയിലി. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഫ്രീ ക്യാൻസർ കെയർ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. 5 ലക്ഷം രൂപയുടെ ഒരു കവറേജാണ് വരുന്നത്. ഈ കാണുന്ന ക്യാൻസറുകൾക്കാണ് നമുക്ക് കവറേജ് കിട്ടുന്നത്. പിന്നെ ഫ്രീ പേഴ്സണൽ ആക്സിഡൻ്റൽ കവറേജ് വരുന്നുണ്ട്. അക്കൗണ്ടിൻ്റെ കൂട്ടത്തിൽ ഒരു 5 ലക്ഷം രൂപയുടെ ഡെത്ത് കവറേജ്, പിന്നെ ഡെബിറ്റ് കാർഡിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2 ലക്ഷം രൂപയുടെ കവറേജ് വരുന്നുണ്ട്. അത് 2 ലക്ഷം രൂപയുടേത് ബാങ്കിൻ്റെ കൂട്ടത്തിലൊരു കവറേജ് ഉണ്ട്. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് ഈ ഒരു റുപേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡിൻ്റെ ഒരു 2 ലക്ഷം രൂപയുടെ കവറേജ് വരുന്നുണ്ട്. പിന്നെ ഫ്രീ എയർ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട് ഒരു 50 ലക്ഷം രൂപയുടെ. പിന്നെ ലോക്കർ റെൻറ്റിലൊക്കെ നമുക്കൊരു 50% കൺസെഷൻ വരുന്നുണ്ട് ഫസ്റ്റ് ഇയറിൽ. പിന്നെ സർവീസ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ SMS ചാർജ് ഇല്ല, അൺലിമിറ്റഡ് ഫ്രീ ആണ്. NEFT, RTGS, IMPS എന്നിവ സൗജന്യമാണ്. കാരണം ഇതൊരു 15,000 രൂപ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് വേരിയൻ്റ് ആണ്. പിന്നെ പേഴ്സണലൈസ്ഡ് ചെക്ക് ലീവ്സ് നോക്കിക്കഴിഞ്ഞാൽ പെർ ഇയർ 20 ലീവ്സ് സൗജന്യമാണ്. പിന്നെ ഇന്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ അക്കൗണ്ടിൽ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജ് 100 രൂപ പ്ലസ് GST ആണ്. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ള വുമൻസിനാണ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ നമ്മൾ ഇതിനകത്ത് ക്വാർട്ടർലി ആവറേജ് നമ്മൾ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ക്യാൻസർ കെയർ ഇൻഷുറൻസ് ബെനിഫിറ്റ് ഒക്കെ കിട്ടുകയുള്ളൂ. പിന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന മറ്റൊരു അക്കൗണ്ട് വേരിയൻ്റ് ആണ് യൂണിയൻ മസ്കാൻ സേവിങ്സ് അക്കൗണ്ട് വേരിയൻറ്റ്. ഇത് മൈനേഴ്സിന് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന അക്കൗണ്ടാണ്. മൈനേഴ്സിന് ഒരു ഗാർഡിയൻഷിപ്പിൻ്റെ അണ്ടറിൽ ഓപ്പൺ ചെയ്യാം. പേരൻറ്റ് അല്ലെങ്കിൽ ഗാർഡിയന് അണ്ടറിലായിരിക്കും അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് വരുന്നത് 1000 രൂപയാണ്. നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡ് പ്ലാറ്റിനം ഡെബിറ്റ് കാർഡാണ്. അത് പേരൻസ് ഇല്ലെങ്കിൽ ഗാർഡിയൻ്റെ പേരിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ ഡെബിറ്റ് കാർഡ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്യൂവൻസ് ചാർജ് ഇല്ല, ആനുവൽ ചാർജ് ആപ്ലിക്കബിൾ ആണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATMൽ നമുക്ക് ഒരു മാസം 5 ഇടപാട് സൗജന്യമായിട്ട് ചെയ്യാം. അതർ ബാങ്കിൻ്റെ ATM ആണെങ്കിൽ 5 ഇടപാട്, മെട്രോ ഏരിയയിലാണെങ്കിൽ 3 ഇടപാട് സൗജന്യമായിട്ട് ചെയ്യാം. ATM വിഡ്രോവൽ ലിമിറ്റ് പെർ ഡേ 5,000 രൂപയാണ്. POS ലിമിറ്റ് പെർ ഡേ 25,000 രൂപയാണ്. പിന്നെ ഫ്രീ ആയിട്ട് പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്, ഡെത്ത് കവറേജ്. അത് ഡെബിറ്റ് കാർഡിൻ്റെ ഫീച്ചറാണ്. അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന പേരൻറ്റ് ഇല്ലെങ്കിൽ ഗാർഡിയന് ആക്സിഡൻറ്റ് മൂലം ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം രൂപയുടെ കവറേജ് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ഒരു അഡീഷണൽ 2 ലക്ഷം രൂപയുടെ കവറേജ് റുപ്പയുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ മൊത്തം 4 ലക്ഷം രൂപയുടെ ഡെത്ത് കവറേജ് ആണ് വരുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുക്കുവാൻ നേരത്ത് നമുക്കൊരു കൺസെഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മൾ സ്കൂൾ കോളേജ് ഫീസൊക്കെ അടക്കുവാൻ നേരത്ത് നമുക്ക് റെമിറ്റൻസ് ഫീസിൽ നമുക്ക് ചാർജ് ഇല്ല, ഫ്രീ ആണ്. പിന്നെ
RTGS, NEFT, IMPS ഒക്കെ ചാർജബിൾ ആണ്. SMS അലർട്ട് ഫ്രീ അല്ല, ചാർജബിൾ ആണ്. പിന്നെ ചെക്ക് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1 വർഷം 20 എണ്ണം സൗജന്യമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് സുകന്യ സമൃദ്ധി, പിന്നെ RT, പിന്നെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വരുന്നുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 14 ദിവസത്തിന് ശേഷം 1 വർഷത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആപ്ലിക്കബിൾ ആണ്. പിന്നെ പാസ്ബുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ അക്കൗണ്ടിൽ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 50 രൂപ പ്ലസ് GST നമ്മൾ നോൺ മെയിൻ്റനൻസ് ചാർജായിട്ട് നൽകേണ്ടതായിട്ട് വരും. പിന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന മറ്റൊരു അക്കൗണ്ട് വേരിയൻ്റ് ആണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഫോർ സ്റ്റുഡൻസിന് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന അക്കൗണ്ടാണ്. 10 വയസ്സിന് മുകളിൽ 25 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസിനാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. 25 വയസ്സ് കഴിയാൻ നേരത്ത് നോർമൽ SBI അക്കൗണ്ടിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യപ്പെടും. 10 വയസ്സിന് താഴെയുള്ള മൈനർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഗാർഡിൻ്റെ അണ്ടറിലും ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ഒന്നും വരുന്നില്ല, നില്ലാണ്. നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡ് ക്ലാസിക് വേരിയൻറ്റ് ഡെബിറ്റ് കാർഡാണ്. ഇഷ്യൂവൻസ് ചാർജ് വരുന്നില്ല, ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ആപ്ലിക്കബിൾ ആണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM വഴി 1 മാസം 5 ഫ്രീ ട്രാൻസാക്ഷനും, അതർ ബാങ്കിൻ്റെ ATM വഴി 1 മാസം നോൺ മെട്രോ ഏരിയയിൽ 5 ട്രാൻസാക്ഷനും, മെട്രോ ഏരിയയിൽ 3 ട്രാൻസാക്ഷനും സൗജന്യമായിട്ട് ചെയ്യാം. ATM ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് പെർ ഡേ 25,000 രൂപയാണ്. POS ലിമിറ്റ് വരുന്നത് പെർ ഡേ 50,000 രൂപയാണ്. പിന്നെ നമുക്കതിൻ്റെ കൂട്ടത്തിൽ ലഭിക്കുന്ന ഡെബിറ്റ് കാർഡിൻ്റെ ഭാഗമായിട്ടൊരു ഫ്രീ പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട് 2 ലക്ഷം രൂപയുടെ. പിന്നെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്ത് നമുക്ക് വിഡ്രോവൽ സ്ലിപ്പ് ഉപയോഗിച്ച് ക്യാഷ് വിഡ്രോ ചെയ്യാൻ നേരത്ത് അതിനൊരു ലിമിറ്റ് വരുന്നുണ്ട്. നമുക്ക് ഹാഫ് ഇയറിൽ 10 വിഡ്രോവലാണ് ഈ രീതിയിൽ സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അത് കഴിഞ്ഞാൽ പെർ വിഡ്രോവലിന് 25 രൂപ പ്ലസ് GST ചാർജ് കൊടുക്കണം. പിന്നെ ചെക്ക് ബുക്ക് അലൗഡ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ വിഡ്രോവൽ സ്ലിപ്പ് എഴുതി വിഡ്രോ ചെയ്യുന്നത്. പിന്നെ SMS ബാങ്കിങ്ങിനൊക്കെ ചാർജബിൾ ഉണ്ട്. NEFT ഫ്രീ ആണ്. RTGS, IMPS, DD ഒക്കെ ചാർജബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിന് കൂടുതൽ പാസ്ബുക്ക് ഒന്നും കിട്ടുന്നില്ല, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും മന്ത്ലി. പിന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന മറ്റൊരു അക്കൗണ്ട് വേരിയൻ്റ് ആണ് സ്പെഷ്യൽ SB സ്കീംസ് വേരിയൻറ്റ്, SB പ്രീമിയം എന്ന് പറയും. ഇത് നോർമലി റെഗുലർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ആർക്കും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് വരുന്നത് 15,000 രൂപയാണ്. കിട്ടുന്ന ഡെബിറ്റ് കാർഡ് പ്ലാറ്റിനം വേരിയൻ്റ് ഡെബിറ്റ് കാർഡാണ്. ഒരു പ്രീമിയം അക്കൗണ്ട് വേരിയൻ്റ് ആണ്. അതുകൊണ്ട് 15,000 രൂപ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഇഷ്യൂവൻസ് ചാർജ് വരുന്നത് ഫ്രീ ആണ്. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജും ഇല്ല, സൗജന്യമാണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM വഴി അൺലിമിറ്റഡ് ഫ്രീ ട്രാൻസാക്ഷൻ നടത്താം. അതർ ബാങ്കിൻ്റെ ATM വഴി 1 മാസം 10 ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് ചെയ്യാം. ATM ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 75,000 രൂപയാണ്. POS ലിമിറ്റ് ഡെയിലി വരുന്നത് 1.5 ലക്ഷം രൂപയാണ്. പിന്നെ നമുക്കതിൻ്റെ കൂട്ടത്തിൽ പേഴ്സണൽ ആക്സിഡൻ്റൽ ഡെത്ത് കവറേജ് വരുന്നുണ്ട് ഒരു 5 ലക്ഷം രൂപയുടെ. പിന്നെ ഒരു അക്കൗണ്ടിൻ്റെ കൂടുതൽ നമുക്ക് അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് ഒരു 5 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻ്റൽ ഡെത്ത് കവറേജ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡെബിറ്റ് കാർഡിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു പേഴ്സണൽ ആക്സിഡൻ്റൽ ഡെത്ത് കവറേജ് വരുന്നുണ്ട്. അത് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 2 ലക്ഷം രൂപയുടെ കവറേജ്. പിന്നെ അഡീഷണൽ ആയിട്ട് NPCയുടെ ഭാഗത്ത് നിന്ന് റുപ്പേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡിൻ്റെ കൂട്ടത്തിൽ 2 ലക്ഷം രൂപയുടെ കവറേജ്. അങ്ങനെ മൊത്തം 4 ലക്ഷം രൂപയുടെ കവറേജ് അഡീഷണലി വരുന്നുണ്ട്. പിന്നെ എയർ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ് ഡെബിറ്റ് കാർഡിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് 5 ലക്ഷം രൂപയുടെ. പിന്നെ SMS ബാങ്കിങ്ങിന് ചാർജ് ഇല്ല, സൗജന്യമാണ്. ചെക്ക് ലീവ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെർ ഇയർ 60 ലീവ്സ് സൗജന്യമാണ്. NEFT ഫ്രീ ആണ്. RTGS ഫെസിലിറ്റി നമുക്ക് 1 മാസം 2 എണ്ണം ഫ്രീ ആണ്. പിന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ കൺസെഷനിൽ നമുക്ക് 50% ഡിസ്കൗണ്ട് ഉണ്ട്. IMPS ചാർജബിൾ ആണ്. പിന്നെ ലോക്കർ റെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 25% കൺസെഷൻ കിട്ടും. പിന്നെ നമ്മൾ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ആയ 15,000 രൂപ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നോൺ മെയിൻ്റനൻസ് ചാർജായിട്ട് 150 രൂപ പ്ലസ് GST ഈടാകും. പിന്നെ ഇതിനകത്ത് അക്കൗണ്ട് ക്ലോഷർ ചാർജ് ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന മറ്റൊരു അക്കൗണ്ട് വേരിയൻ്റ് ആണ് യൂണിയൻ ഉഡാൻ അക്കൗണ്ട് ഫോർ യങ് പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള അക്കൗണ്ട് വേരിയൻ്റ് ആണ്. ഏജ് വരുന്നത് 21 വയസ്സിനും 40 വയസ്സിനും ഇടയിലാണ്. ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് 10,000 രൂപയാണ്. ഡെബിറ്റ് കാർഡ് വരുന്നത് റുപ്പേ സെലക്ട് അല്ലെങ്കിൽ വിസ സിഗ്നേച്ചർ ആണ്. നമുക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM വഴി 1 മാസം 5 ഇടപാടുകൾ സൗജന്യമായിട്ട് ചെയ്യാം. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, പിന്നെ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനാണ് സൗജന്യമാണ്. പിന്നെ അതർ ബാങ്കിൻ്റെ ATM വഴി മെട്രോ ഏരിയയിൽ 3 ട്രാൻസാക്ഷനും നോൺ മെട്രോ ഏരിയയിൽ 5 ട്രാൻസാക്ഷനും സൗജന്യമായിട്ട് ചെയ്യാം, ഇൻക്ലൂഡിംഗ് ഫൈനാൻഷ്യൽ പ്ലസ് നോൺ ഫൈനാൻഷ്യൽ. പിന്നെ ATM ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് ഡെയിലി 1 ലക്ഷം രൂപയുണ്ട്. ഡെയിലി POS ലിമിറ്റ് വരുന്നത് 3 ലക്ഷം രൂപയാണ്. പിന്നെ ഡെബിറ്റ് കാർഡിൻ്റെ ഭാഗമായിട്ട് ഫ്രീ പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 5 ലക്ഷം രൂപയുടെ കവറേജ്. പിന്നെ NPCയുടെ ഭാഗത്ത് നിന്ന് റുപ്പേ വേരിയൻ്റ് കാർഡിൻ്റെ കൂട്ടത്തിൽ ഒരു 10 ലക്ഷം രൂപയുടെ കവറേജ് വരുന്നുണ്ട്. ഇനി വിസ സിഗ്നേച്ചർ വേരിയൻ്റ് കാർഡാണെങ്കിൽ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് 5 ലക്ഷം രൂപയുടെ കവറേജ് മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രീ എയർ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡിൻ്റെ കൂടുതൽ 50 ലക്ഷം രൂപയുടെ ഒരു കവറേജ് വരുന്നുണ്ട്. പേഴ്സണലൈസ്ഡ് ചെക്ക് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഫ്രീ ആണ്. NEFT, RTGS, IMPS അൺലിമിറ്റഡ് ഡിജിറ്റലി ഫ്രീ ആണ്. SMS ചാർജ് ഫ്രീ ആണ്. പിന്നെ നമ്മൾ MSME ലോൺ എടുക്കുമ്പോഴും അല്ലെങ്കിൽ റീറ്റെയിൽ ലോണൊക്കെ എടുക്കുന്ന നേരത്തെ അതിൻ്റെ പ്രോസസ്സിംഗ് ചാർജിലൊക്കെ നമുക്ക് കൺസെഷൻ വരുന്നുണ്ട്. പിന്നെ പേഴ്സണൽ ലോണിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെറിയൊരു കൺസെഷൻ നമുക്ക് ഈ ഒരു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ കിട്ടും. പിന്നെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫഷണൽസിനാണ്, ഇൻഡിവിജ്വൽ പ്രൊഫഷണൽസിനാണ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. പ്രൊഫഷണൽ, മെഡിക്കൽ, പാരാമെഡിക്കൽ പ്രൊഫഷണൽ, എഞ്ചിനീയർ, ആർക്കിടെക്ട്സ്, CA, ACCA, ICAA
CWA, CFA, CFM, CS, lawyer, consultants, other professionals including artist, photographer, event managers-നൊക്കെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇത് സിംഗിൾ ആയിട്ട് ഓപ്പൺ ചെയ്യാം, ഇല്ലെങ്കിൽ ജോയിന്റ് ആയിട്ടും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള കോമൺ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന അക്കൗണ്ട് വേരിയന്റുകൾ. ഇനി ഡെബിറ്റ് കാർഡ് റിലേറ്റഡ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്യൂവൻസ് ചാർജ് ഒന്നിനും വരുന്നില്ല. പിന്നെ ആനുവൽ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസിക് വേരിയന്റ് 200 രൂപ പ്ലസ് GST, പ്ലാറ്റിനം വേരിയന്റ് 300 രൂപ പ്ലസ് GST, സിഗ്നേച്ചർ വേരിയന്റ് 400 രൂപ പ്ലസ് GST, ബിസിനസ് വേരിയന്റ് 400 രൂപ പ്ലസ് GST, റൂപേ സെലക്ട് വേരിയന്റ് 400 രൂപ പ്ലസ് GST, റൂപേ JCB പ്ലാറ്റിനം വേരിയന്റ് 400 രൂപ പ്ലസ് GST ആണ്. പിന്നെ കാർഡ് റീഇഷ്യൂവൻസ് ചാർജ് വരുന്നത് 150 രൂപ പ്ലസ് GST ആണ്. പിന്നെ ഹയർ കാർഡ് വേരിയന്റിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചാർജ് വരുന്നുണ്ട്. ക്ലാസിക് ടു പ്ലാറ്റിനം സിഗ്നേച്ചർ സെലക്ട് വേരിയന്റ് ആണെങ്കിൽ 100 രൂപ പ്ലസ് GST, പ്ലാറ്റിനം ടു സിഗ്നേച്ചർ അല്ലെങ്കിൽ സെലക്ട് വേരിയന്റിലേക്കാണെങ്കിൽ 100 രൂപ പ്ലസ് GST ചാർജ് കൊടുക്കണം. പിന്നെ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് പിൻ ഡിസ്പാച്ച്ഡ് ടു ബ്രാഞ്ച് ആണെങ്കിൽ 50 രൂപ പ്ലസ് GST വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓരോ അക്കൗണ്ട് വേരിയന്റ് അനുസരിച്ച് നമ്മൾ ഫ്രീ ATM ട്രാൻസാക്ഷൻ ലിമിറ്റ് നമ്മൾ കണ്ടിരുന്നു. ആ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 21 രൂപ പ്ലസ് GST ഈടാക്കും. നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 8 രൂപ പ്ലസ് GST ഈടാക്കും. അതിപ്പോൾ അതർ ബാങ്കിൻ്റെ ATM-ലാണെങ്കിലും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM-ലാണെങ്കിലും ഫ്രീ ട്രാൻസാക്ഷൻ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ചാർജ് ഈടാക്കും. പിന്നെ നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ചാർജബിൾ ആണ്. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 125 രൂപ പ്ലസ് GST, നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 35 രൂപ പ്ലസ് GST ഈടാക്കും. ഇത് കൂടാതെ ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് ആയിട്ട് 2.5% പ്ലസ് GST ചാർജ് ഈടാക്കും. പിന്നെ SMS അലർട്ട് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ 2024 മാർച്ച് ക്വാർട്ടർ തൊട്ട് ചാർജിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. മുൻപ് ഈ ഒരു SMS അലർട്ട് ചാർജിൽ ഒരു മാക്സിമം ക്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു പെർ ക്വാർട്ടറിൽ മാക്സിമം 15 രൂപ പ്ലസ് GST ആയിരുന്നു ഈടാക്കിയിരുന്നത്. എന്നാൽ ഇനി മുതൽ ആ ഒരു ചാർജിൽ ആ ഒരു ക്യാപ്പ് ആപ്ലിക്കബിൾ അല്ല. പെർ SMS-ന് 25 പൈസ ഡൊമസ്റ്റിക് SMS ആണെങ്കിൽ, ഇനിയിപ്പോൾ ഇന്റർനാഷണൽ SMS ആണെങ്കിൽ 1 രൂപ 20 പൈസ പ്ലസ് GST ഈടാക്കും. ഇനി ഒരു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സേവിങ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട മറ്റു കോമൺ ആയിട്ടുള്ള സർവീസ് ചാർജുകൾ നോക്കാം. RTGS-ന്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ തൊട്ട് 5 ലക്ഷം രൂപ വരെയാണെങ്കിൽ 24 രൂപ 50 പൈസ പ്ലസ് GST, 5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 49 രൂപ 50 പൈസ പ്ലസ് GST ഈടാക്കും. ഇനി NEFT ആണെങ്കിൽ അപ് ടു 1000 രൂപ വരെ 2 രൂപ 25 രൂപ പ്ലസ് GST, 1000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെ 4 രൂപ 75 പൈസ പ്ലസ് GST. പിന്നെ എബോവ് 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയാണെങ്കിൽ 14 രൂപ 75 പൈസ പ്ലസ് GST. പിന്നെ 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 24 രൂപ 75 പൈസ പ്ലസ് GST ചാർജ് ഈടാക്കും. പിന്നെ സേവിങ്സ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ആണെങ്കിൽ നമ്മൾ ഡിജിറ്റലി ഉള്ള NEFT ട്രാൻസാക്ഷൻ സൗജന്യമാണ്. പിന്നെ ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് വിഡ്രോവൽ നമ്മളുടെ ആവറേജ് ക്വാർട്ടർലി ബാലൻസ് കീപ്പ് ചെയ്യുന്ന അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഫ്രീ ലിമിറ്റ് ഉണ്ടാകും. ഫ്രീ ലിമിറ്റ് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കും. ആവറേജ് ക്വാർട്ടർലി ബാലൻസ് 25,000 രൂപ വരെയാണെങ്കിൽ ഒരു മാസം 5 ക്യാഷ് വിഡ്രോവലും, 25,000 രൂപയ്ക്ക് മുകളിൽ 50,000 രൂപ വരെയാണെങ്കിൽ 8 ക്യാഷ് വിഡ്രോവലും, 50,000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെയാണെങ്കിൽ 12 ക്യാഷ് വിഡ്രോവലും നമുക്ക് സൗജന്യമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 രൂപ പ്ലസ് GST ചാർജ് കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ ആവറേജ് ക്വാർട്ടർലി ബാലൻസ് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാം. ഇനി ക്യാഷ് ഡെപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ അക്കൗണ്ടിൽ നമുക്ക് ഹോം ബ്രാഞ്ച് ആണെങ്കിൽ നോൺ ഹോം ബ്രാഞ്ച് ആണെങ്കിലും 3 ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. വിത്ത് മാക്സിമം പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ് 50,000 രൂപ. ഇത് കഴിഞ്ഞാൽ പെർ 1000 ഓരോ 1000 രൂപക്കും 1 രൂപ, മിനിമം 50 രൂപ പ്ലസ് GST, മാക്സിമം 10,000 രൂപ പ്ലസ് GST ക്യാഷ് ഡെപ്പോസിറ്റിംഗ് ചാർജ് ആയിട്ട് ഈടാക്കും. ഡിജിറ്റൽ അക്കൗണ്ട് നമ്മൾ മുമ്പ് പരിചയപ്പെട്ട ഡിജിറ്റൽ അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണ്. നമ്മൾ പരിചയപ്പെട്ട ഡിജിറ്റൽ അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ ഇതിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. കാരണം അത് ഡിജിറ്റലി ഉള്ള ഇടപാടുകൾക്ക് വേണ്ടിയുള്ള അക്കൗണ്ട് വേരിയൻ്റാണ്. സോ അതിനകത്ത് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വിത്തിൻ 12 മാസത്തിനുള്ളിൽ 1 വർഷത്തിനുള്ളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് ചെക്ക് ബുക്കുള്ള അക്കൗണ്ട് വേരിയൻ്റ് ആണെങ്കിൽ 500 രൂപ പ്ലസ് GSTയും, ചെക്ക് ബുക്ക് ഇല്ലാത്ത അക്കൗണ്ട് വേരിയൻ്റ് ആണെങ്കിൽ 150 രൂപ പ്ലസ് GSTയും ചാർജ് ഈടാക്കും. പിന്നെ ചെക്ക് ബുക്കിൻ്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ലിമിറ്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് വരുന്ന ചെക്ക് ലീവ്സിന് ഓരോ ലീവ്സിനും 5 രൂപ പ്ലസ് GST ചാർജ് ഈടാക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി